മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. വെഡ്ഡിംഗ് ആൻഡ് മൈസ് ഉച്ചകോടിക്ക് സമാപനം. വെഡ്ഡിംഗ് ആൻഡ് മൈസ് രംഗത്ത് സമഗ്ര നയം, പ്രൊമോഷൻ ബ്യൂറോ, രാജ്യാന്തര പ്രചാരണ പ്രവർത്തനങ്ങൾ എന്നിവയുമായി മുന്നോട്ട് പോകാൻ ആഹ്വാനം ചെയ്ത് മൈസ് ഉച്ചകോടിക്ക് സമാപനം. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയാണ് 3 ദിവസം നീണ്ടുനിന്ന വെഡ്ഡിംഗ് ആൻഡ് മൈസ് ഉച്ചകോടി നടത്തിയത്. വെഡ്ഡിംഗ് മൈസ് രംഗത്ത് കേരളത്തെ രാജ്യത്തെ ഒന്നാം നിരയിൽ കൊണ്ടുവരാൻ തക്കവിധമുള്ള സമഗ്ര നയം അനിവാര്യമാണെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരള ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. We now arrive at the conclusion of a pioneering event which I am delighted to note has shown highly positive and promising outcomes right from its beginning 2 evenings ago. Over the past 3 days, experts, delegates and participants from across India and abroad have shared invaluable ideas, insights and proposals shaping the future of the MICE and destination wedding in India's first ever conclave of its kind. At the outset, let me congratulate the KTM Society for their vision and flawless. 3 ദിവസത്തെ ഉച്ചകോടിയിൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നുള്ള വിദഗ്ധരുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും വിലപ്പെട്ടതാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മൈസ് പ്രൊമോഷൻ ബ്യൂറോകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം KTM മുന്നോട്ട് വച്ചിട്ടുണ്ട്. വെഡ്ഡിംഗ് മൈസ് കേന്ദ്രമായി കേരളത്തെ മാറ്റാൻ ആഗോളതലത്തിൽ പ്രചാരണം സംഘടിപ്പിക്കും. സമ്മേളനത്തിന് വിശദാംശങ്ങൾ ക്രോഡീകരിച്ച് KTM സർക്കാരിന് മുന്നിലെത്തുമെന്നാണ് പ്രതീക്ഷ. സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് അവർ ഉറപ്പ് നൽകി. വെഡ്ഡിംഗ് മൈസ് രംഗത്ത് രാജ്യത്തെ അളവുകോലായി കേരളം മാറുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന KTM സൊസൈറ്റി പ്രസിഡന്റ് ജോസ് പ്രദീപ് പറഞ്ഞു. ആകെ 6623 ബിസിനസ് കൂടിക്കാഴ്ചകളാണ് നടന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ടൂറിസം അസിസ്റ്റന്റ് ഡയറക്ടർ M നരേന്ദ്രൻ, KTM സൊസൈറ്റി സെക്രട്ടറി S സോമനാഥൻ, മുൻ പ്രസിഡന്റുമാരായ M നജീബ്, എബ്രഹാം ജോർജ്, ബേബി മാത്യു സോമതിരം, CEO രാജ്കുമാർ K, ജോയിന്റ് സെക്രട്ടറി ജോബിൻ അക്കരക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. KTM സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ഹരികുമാർ C സ്വാഗതവും ട്രഷറർ ജിബ്രാൻ ആസിഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.